നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേവലമൊരു റെയിൽവേ പദ്ധതി എന്നതിലുപരി ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് ചരിത്രത്തിലെ ഒരു വിസ്മയമാണിത്. കാരണം ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രെയിൻ കടലിനടിയിലൂടെ ഓടാൻ പോകുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായാണ്. ഭൂരിഭാഗം ജോലികളും ഇതിനോടകം പൂർത്തിയായെങ്കിലും ചില അപ്രതീക്ഷിത തടസ്സങ്ങൾ പദ്ധതിക്ക് വെല്ലുവിളിയായിരിക്കുകയാണ്. ആ തടസ്സങ്ങൾക്കു പിന്നിൽ ചൈനയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ പദ്ധതിയിലെ ഏറ്റവും നിർണായകമായ ഭാഗങ്ങളിലൊന്നാണ് കടലിനടിയിലൂടെയുള്ള ടണൽ നിർമ്മാണം. ഇതിനായി അത്യാധുനിക ടണൽ ബോറിംഗ് മെഷീനുകൾ TBM ആവശ്യമായിരുന്നു. ഒരു ജർമ്മൻ കമ്പനിക്കാണ് നമ്മൾ ഇതിനായുള്ള കരാർ നൽകിയിരുന്നത്. എന്നാൽ ഈ ജർമ്മൻ കമ്പനി അവരുടെ മെഷീനുകൾ നിർമ്മിച്ചിരുന്നത് ചൈനയിലാണ്. 2020 മുൻപാണ് ഈ മെഷീനുകൾ ചൈനയിൽ നിർമ്മിച്ചത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായി ഈ 3 ടണൽ ബോറിംഗ് മെഷീനുകൾ ചൈനീസ് തുറമുഖത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ചൈന ഇതിന് ക്ലിയറൻസ് നൽകാൻ കൂട്ടാക്കുന്നില്ല. മെഷീനുകൾ ഇന്ത്യയിലേക്ക് എത്താത്തതുകൊണ്ട് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് കാലതാമസം വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ചൈന ഇങ്ങനെ ചെയ്യുന്നത്? ഇതിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ്യമെന്താണ്? ആദ്യം നമുക്ക് ടണൽ ബോറിംഗ് മെഷീൻ എന്താണെന്ന് മനസ്സിലാക്കാം. പണ്ട് തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ധാരാളം സമയവും മനുഷ്യപ്രയത്നവും വേണ്ടിയിരുന്നു. എന്നാൽ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഇന്ന് ചിത്രത്തിൽ കാണുന്നതുപോലെയുള്ള കൂറ്റൻ യന്ത്രങ്ങളാണ് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത്. ഇവയെ ടണൽ ബോറിംഗ് മെഷീനുകൾ എന്ന് വിളിക്കുന്നു. ഇവയെ പല ഭാഗങ്ങളായി കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിച്ച് വളരെ വേഗത്തിൽ തുരങ്കങ്ങൾ കുഴിക്കാൻ സാധിക്കുന്നു. ഓരോ തുരങ്കത്തിനും വ്യത്യസ്തമായ ഡിസൈൻ ആവശ്യമുള്ളതുകൊണ്ട് ടണൽ ബോറിംഗ് മെഷീനുകളും ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഇവയെ കസ്റ്റം ബിൽറ്റ് മെഷീനുകളെന്നും പറയാം. ഇവ സമയവും പണവും ലാഭിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഈ ടണൽ ബോറിംഗ് മെഷീനുകളുടെ ആഗോള വിതരണ ശൃംഖല ചൈനയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. കാരണം ചൈന ഒരു കാലത്ത് ടണൽ ബോറിംഗ് മെഷീനുകൾക്ക് ഡ്യൂട്ടി ഫ്രീ ആക്കിയിരുന്നു. ഇത് ലോകമെമ്പാടുമുള്ള നിർമ്മാതാക്കളെ ചൈനയിലേക്ക് ആകർഷിച്ചു. ഇന്ന് ലോകത്ത് നിർമ്മിക്കുന്ന 10 ടണൽ ബോറിംഗ് മെഷീനുകളിൽ 7 ചൈനയിലാണ് നിർമ്മിക്കുന്നത്. അത്രയധികം ആധിപത്യം ചൈനയ്ക്കുണ്ട് ഈ മേഖലയിൽ. ഇനി നമ്മുടെ മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേയെക്കുറിച്ച് പറയാം. 1.08 ലക്ഷം കോടി രൂപ ചെലവിൽ ജപ്പാന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇന്ത്യ ഇത് നിർമ്മിക്കുന്നത്. ബാന്ദ്ര കുർള കോംപ്ലക്സിനും ശിലാസ്തയ്ക്കും ഇടയിലുള്ള പാത താനെ മേഖലയിലൂടെ കടലിനടിയിലൂടെയാണ് പോകുന്നത്. അതായത് ബുള്ളറ്റ് ട്രെയിൻ കടലിനടിയിൽ 25 മുതൽ 65 മീറ്റർ ആഴത്തിലോടും. ഇതിന് ടണൽ ആവശ്യമാണ്. ഈ ടണൽ നിർമ്മാണത്തിനായുള്ള 3 ടണൽ ബോറിംഗ് മെഷീനുകളാണ് ഇപ്പോൾ ചൈനയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആദ്യത്തെ മെഷീൻ 2024 തുടക്കത്തിൽ എത്തേണ്ടതായിരുന്നു. ബാക്കിയുള്ള രണ്ടും 2024 ഒക്ടോബറോടെ ലഭിക്കുമായിരുന്നു. എന്നാൽ ചൈന യാതൊരു ക്ലിയറൻസും നൽകിയിട്ടില്ല. ഔദ്യോഗികമായി ഒരു വിശദീകരണവും അവർ നൽകിയിട്ടില്ല. ഇന്ത്യൻ വികസന പദ്ധതികൾ വൈകിപ്പിക്കുക എന്നുള്ളത് ചൈനയുടെ മനഃപൂർവമായ നടപടിയാണെന്ന് വ്യക്തമാണ്. 2020 ഗൽവാൻ താഴ്വരയിലെ സംഘർഷത്തിനുശേഷം ഇന്ത്യ ചൈനയോടുള്ള ആശ്രയം കുറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ കരാറുകൾ നമ്മൾ റദ്ദാക്കുകയും ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ മാത്രമേ കരാർ നൽകൂ എന്ന് നിലപാടെടുക്കുകയും ചെയ്തു. ഈ ജർമ്മൻ കമ്പനിയോടും ഇന്ത്യയിൽ നിർമ്മിച്ചാൽ മാത്രമേ കരാർ ലഭിക്കൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആ കമ്പനി ഇപ്പോൾ ഇന്ത്യയിൽ ടണൽ ബോറിംഗ് മെഷീനുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. നിലവിൽ ഈ മെഷീനുകൾ വൈകിയതുകൊണ്ട് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് കാര്യമായ കാലതാമസം ഉണ്ടാകില്ല എന്നാണ് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം ചൈനയുമായി നയതന്ത്ര ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ടണൽ ബോറിംഗ് മെഷീനുകൾക്കായി നമ്മൾ ചൈനയെയോ മറ്റ് രാജ്യങ്ങളെയോ മാത്രം ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണം. ചൈനയുടെ മാതൃക പിന്തുടർന്ന് ടണൽ ബോറിംഗ് മെഷീൻ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ ഡ്യൂട്ടി ഫ്രീയായി ഇറക്കുമതി ചെയ്യാൻ നമുക്ക് കഴിയും. BHEL പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ ഈ മെഷീനുകൾ നിർമ്മിക്കുന്നതിനും ലോകമെമ്പാടും വിതരണം ചെയ്യുന്നതിനും ശ്രമിക്കാം. ജപ്പാനുമായി സഹകരിക്കുന്നതും ഈ രംഗത്ത് നമുക്ക് വലിയ മുതൽക്കൂട്ടാകും. ചൈനയുടെ തടസ്സങ്ങൾ ഒരു വെല്ലുവിളിയാണെങ്കിലും അതിനെ മറികടന്ന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.